सबको मेरा नमस्कार। कैरियर कॉलेज की 12वीं कक्षा के हिंदी क्लास में आपको स्वागत करता हूं। मेरा नाम रजीश। कैसे हैं? ठीक है ना? खुश हो? अच्छा, हमारा पाठ्य पुस्तक में पहला इकाई का नाम चंदा ऊंचा रखे हमारा है। इसमें 3 पाठ है। मतलब पहला पाठ एक कविता है। कविता का नाम मातृभूमि, उसका रचयिता का नाम मैथिली शरण गुप्त जी है। നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് ചണ്ട ഊഞ്ചാ രഖേ ഹമാര എന്നാണ്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ മാതൃഭൂമി ഇതൊരു കവിതയാണ്. എഴുതിയിരിക്കുന്നത് മൈഥിലി ശരൺ ഗുപ്താണ്. മൈഥിലി ശരൺ ഗുപ്ത് ജനിച്ചത് 1886 शिरगांव उत्तर प्रदेश में शिरगांव में उनका जन्म हुआ. आपके हिंदी पाठ्य पुस्तक दें, उसमें पन्ना संख्या 9 में एक चित्र है. एक चित्र देखो. एक चित्र किससे संबंधित है? देखो, पन्ना संख्या 9 में एक चित्र है. इस चित्र किससे संबंधित है? अच्छा, ठीक है. हमारे स्वतंत्रता संग्राम का एक चित्र है. एक यात्रा किसके लिए थी? यात्रा आर्क वेंडिटाണ്. ठीक है, एक यात्रा हमारे लिए है. वहां एक बॉक्स है. बॉक्स में कुछ लिखा है. मैंने वह सुनाती है, आप पढ़िए. भारत की स्वतंत्रता के लिए लाखों देशभक्त अपने अपने राह पर चलते थे. कुछ गुप्त रूप से, कुछ हथियार लेकर, कुछ अहिंसा की राह पर, तो कुछ अपने ओशपरी वाणी में लोगों की सचेत करते रहे. भारत की स्वतंत्रता के लिए, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലാഖോ ദേശഭക്ത്, ലക്ഷക്കണക്കിന് ദേശഭക്ത്, ദേശസ്നേഹികൾ അപ്പനെ രാഹ് പർ ചൽത്തെ थे, തങ്ങളുടെ വഴിയിൽ കൂടെ നടന്നു. കുച്ച് ഗുപ്ത രൂപസേ, കുറച്ചാൾക്കാർ രഹസ്യ രൂപത്തിലും, കുച്ച് ഹാത്യാലേക്ക്, കുറെ ആൾക്കാർ ആയുധങ്ങൾ എടുത്ത്, കുച്ച് അഹിംസാക്കി രാഹുപർ, കുറെ ആൾക്കാർ അഹിംസാക്കി രാഹുപർ, അഹിംസയുടെ മാർഗത്തിലും, കുച്ച് അപ്പനെ ഓശ്വരി വാണിമേ, കുറച്ചാൾക്കാർ അപ്പനെ ഓശ്വരി വാണിമേ, തങ്ങളുടെ ഓജസ്സറ്റ ശബ്ദത്തോടെയും, ലോകോങ്കോ സജേത് കർത്തേത്തെ, ആൾക്കാരെ ഉണർത്തിക്കൊണ്ടേയിരുന്നു, ബോധവാന്മാരാക്കിക്കൊണ്ടിരുന്നു. इनमें कुछ कवि अपनी पंक्तियों से देश के लिए सर्वोच्च अर्पित करने का आह्वान करते रहे. इसमें कुछ कवि अपनी पंक्तियों से देश के लिए, രാജ്യ നമ്മുടെ കുറച്ച് കവികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സർവസ്വ അർപ്പിത കർണേക്ക ആഹ്വാൻ करते रहे, തങ്ങളുടെ സർവസ്വം, നമ്മുടെ ജീവൻ പോലും അർപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. ഇൻ സബ്കാ ഫൽ നികല, ഇതിന്റെ എല്ലാത്തിന്റെയും ഫലം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഭാരത് കി സ്വതന്ത്രത, അതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചതാണ് ഭാരതത്തിന് ഈ സ്വാതന്ത്ര്യം. ഏകാം ഹം ഏസി ഏക കവിതാസെ പരിചയപ്പായി, അങ്ങനെയുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കവിതയാണ് നമ്മുടെ പാഠഭാഗമായി തന്നിട്ടുള്ളത്. ആ കവിതയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. പാഠപുസ്തകമേ पन्ना संख्या 10 में वह कविता है. देखो, कविता का नाम इस प्रकार है, मातृभूमि. उसका रचयिता मैथिली शरण गुप्त जी है. देखो,
नीलांबर परिधान हरित तट पर सुतर गए। देखो, एक हम कवि ने हमारा मातृभूमि का वर्णन करते हुए कविता है कि നീലാംബർ പരിധാൻ. നീലാംബർ എന്റെ അർത്ഥം എന്ന് പറയുന്നത് നീലാകാശം എന്നാണ്. നീലാംബർ പരിധാൻ ഹരിത് തട്പർ. ഹരിത് തടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതദേഹം, അതായത് നമ്മുടെ ഭാരതത്തെ കുറിച്ച് പറയുകയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ, നമ്മുടെ സമ്പൽ സമൃദ്ധിയെ കൂടെ കാണിക്കുകയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഹരിതദേഹത്തിൽ നീലാംബർ നീലാകാശം പരിധാൻ സുന്ദർക്കെ നീലാകാശം വസ്ത്രമായി എന്ത് ചെയ്തിരിക്കുകയാണ്? അണിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഭാരതത്തെ കുറിച്ച് പറയുകയാണ്. ഹരിതദേഹത്തില് നീലാകാശം വസ്ത്രമായിട്ട് അണിഞ്ഞു. സൂര്യചന്ദ്ര, സൂര്യനും ചന്ദ്രനും യുഗമുകിട് കിരീടമാക്കി. അപ്പൊ നമ്മുടെ ഭാരതത്തെ കുറിച്ച് പറയുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും നമ്മുടെ ഭാരതം കിരീടമാക്കിയിരിക്കുകയാണ്. മേഖല രത്നാകർ, സമുദ്രങ്ങള് അരഞ്ഞാണവുമാക്കിയിരിക്കുകയാണ്. ഇനി അടുത്ത് പറയുകയാണ് നദിയാ പ്രേമ പ്രഭാഗ്. നദിയാ പ്രേമ പ്രഭാഗ്, അത് സ്നേഹത്തോടെ ഒഴുകുന്ന നദികൾ. ഫൽ ഫൂൽ താരെ മണ്ടൻ. ഫൂൽ പൂക്കളും, താരെ നക്ഷത്രങ്ങളും, മണ്ടൻ കെ മണ്ടൻ ആഭരണങ്ങളാണ്. അപ്പൊ കവി ഇവിടെ പറയുകയാണ് ഹരിതദേഹത്തില് നമ്മുടെ ഭാരതം നീലാകാശത്തെ വസ്ത്രമായിട്ട് ധരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സൂര്യചന്ദ്ര യുഗമുകിട്, സൂര്യനും ചന്ദ്രനും നമ്മുടെ തലയിലെ കിരീടമാക്കിയും, മേഖല രത്നാകർ സമുദ്രങ്ങളെ അരഞ്ഞാണമാക്കിയിരിക്കുകയാണ്. അതുപോലെ നദിയ പ്രേമ പ്രഭാഗ് ഫൂൾ താരെ മണ്ണൻകെ. നദിയ നദികള്, അതുപോലെ പൂക്കളും നക്ഷത്രങ്ങളുമൊക്കെ മണ്ടൻകെ ആഭരണങ്ങളാണ്. ബന്ദീജൻ ഖഗ്വൃത് ശേഷഫൺ സിംഹാസൻകെ. ബന്ദീജൻ, ബന്ദീജൻ സ്തുതി പാഠകര്, കൃതുവന്ത് അത് സ്തുതി പാഠകരായിട്ടുള്ള പക്ഷിജാലങ്ങൾ. ശേഷഫൺ സിംഹാസൻകെ, ശേഷഫൺ ശേഷഫൺ സിംഹാസനമാക്കി ഇരിക്കുകയാണ്. അത് ശേഷഫൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ഹിന്ദു മിതക്കെ അനുസാർ ശേഷനാഗെ ഫൺ पर അനന്ത് ഭൂമി സ്ഥിതിക്ക് അനന്ത് പ്രകൃതി കാ പ്രതീക്. ഹിന്ദു മിത്തോളജി അനുസരിച്ച് അനന്തൻ സിംഹാസന, ശേഷനാഗമായ അനന്തന്റെ സിംഹാസനത്തിലാണ് നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഭൂമി നമ്മുടെ അനന്തൻ നമ്മുടെ പ്രകൃതിയുടെ പ്രതീകമായിട്ടാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത് പറയുകയാണ് കർത്തെ അഭിഷേക് പയോധകയും. കർത്തെ അഭിഷേക് പയോധകയും. പയോധ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘങ്ങളാണ്. കർത്തെ അഭിഷേക് പയോധകെ ബലികാരി യുസ്വേശുകി. അതായത് ബലികാരി ആത്മസമർപ്പണം നടത്തിയ ഈ മണ്ണിന് വേണ്ടി എന്ത് ചെയ്യാണ്? അഭിഷേകം, ആത്മസമർപ്പണം നടത്തിയ ഈ മണ്ണിന് വേണ്ടി അഭിഷേകങ്ങൾ എന്ത് ചെയ്യുകയാണ്? പെയ്യുകയാണ്. നമ്മുടെ മേഘങ്ങള് അഭിഷേകം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേ മാതൃഭൂമി. എന്നിട്ട് കവി പറയുകയാണ് ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തു സത്യഹി, നീ ആരാണ്? സത്യമാണ്. സർഗുണമൂർത്തി സർവോശികി, അതായത് സർവേശ്വരന്റെ അതേ എന്താണ്? പ്രതിരൂപമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈശ്വരനാണ് നമ്മുടെ എല്ലാരെയും സൃഷ്ടിച്ചത്. അപ്പൊ അതുപോലെ ആ ഒരു സൃഷ്ടിയുടെ ഒക്കെ മുതലായിട്ടാണ് നമ്മുടെ ഭൂമി വരുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സഗുണമൂർത്തി സർവേശ്വരി, നീ യഥാർത്ഥ ഈശ്വരന്റെ എന്താണ്? മൂർത്തിയാണ്. ജിസ്കെ രജുമേം ലോഡ് ലോഡുകർ ബെഡേ കുയികി. ജിസ്കെ രജുമേം, നിന്നിലെ, രജുമേം രജ് ധൂൽ പൊടിയിൽ, ലോഡ് ലോഡുകർ ബെഡേ കുയികി, ഉരുണ്ടുരുണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് വളർന്നത്. അപ്പൊ കവി അടുത്ത് പറയുകയാണ് ഈ മണ്ണിൽ ഉരുണ്ടുരുണ്ടാണ് എന്ത് ചെയ്ത് ഞങ്ങൾ വളർന്നത്. ഖുഡിനേങ്കെ ബെൽ സരക്ക് സരക്ക് പേർ കടേ കുയികി. ഖുഡിനോങ്കെ ബെൽ പേർ, അതായത് കാൽമുട്ടിന്റെ ബലത്തിൽ, സരക്ക് സരക്കുകൾ ബെഡേ കുയികി, ഞങ്ങൾ എന്ത് ചെയ്തു?
മെല്ലെ മെല്ലെ എഴുന്നേറ്റു. അതായത് ഞങ്ങള് വളരെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? എഴുന്നേറ്റ്. പരമഹംസം ബാല്യകാലമേ സബ് സുഖമായി. പരമഹംസനെ പോലെ ബാല്യകാലസെ സബ് സുഖമായി, ബാല്യകാലത്തിലെ ഞങ്ങൾ മുഴുവൻ സുഖങ്ങൾ എന്ത് ചെയ്തു? നേടി. അതായത് പറയുന്ന കാര്യം ഇതാണ്. അതായത് ടെസ്റ്റിന്റെ അവസാന ഭാഗത്തായിട്ട് തന്നിട്ടുണ്ട്. പരമഹംസൻ ഒരിക്കൽ ചടേ സാൽക്കി ആയുമേ 6 വയസ്സുള്ള സമയത്ത് ഏക് ദിൻ രാമകൃഷ്ണ പരമഹംസ് ഹേത്തോങ്കെ ധൂം രഹേത്തെ, അതായത് ഒരു ദിവസം വയലിൽ കൂടെ എന്ത് ചെയ്യായിരുന്നു? ധൂം രഹേത്തെ, ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. അചാനക് ഉൻകി ദൃഷ്ടി ബഗലോങ്കി ഏക് പങ്ക്തി പർ പടി ജോ കാലി കടാക്കി ഓർ ഉടി രഹേത്തെ. പെട്ടെന്ന് കുറെ കൊക്കുകൾ അതുവഴി എന്ത് ചെയ്യുന്നത്? പറന്നു പോകുന്ന ഒരു കാഴ്ച. ഏക് ദൃശ്യ ദേക്കർ വേ ബേഹോഷ് ഹോഗി. ഈ ദൃശ്യം കണ്ട ഉടനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ബേഹോഷ് ഹോഗി, അദ്ദേഹം അബോധാവസ്ഥ, അദ്ദേഹത്തിന്റെ ഓർമ്മ എന്ത് ചെയ്യാണ്? നശിക്കുക. അവർ ഉസ് ബേഹോഷി മീം ഉനെ അപാരിമിത് കുശിയോർ ശാന്തിക്ക് അനുഭവം. ഇങ്ങനെ അദ്ദേഹത്തിന് ഈ അബോധാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് വളരെയധികം ഈ അബോധാവസ്ഥയിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിന് വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുകയാണ്. ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യാണ്? ഒരു സന്തോഷം ഉണ്ടാകും. ഇസ് ആധ്യാത്മിക അനുഭൂതിനെ ഉൻകെ ജീവൻ മേ നയി ദിശാതി. ഈ ആധ്യാത്മികമായിട്ടുള്ള ഈ ദൃശ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പുതിയൊരു എന്തുണ്ടാക്കി? അനുഭവം ഉണ്ടാക്കി. അപ്പൊ അതിവിടെ കവി പറയാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇസ് ഭൂമി മേ ഹം ജന്മേഹി, ഈ ഭൂമിയിലാണ് നമ്മൾ എന്ത് ചെയ്ത്? ജനിച്ചത്. ഹമാര സൗഭാഗ്യക പ്രതീക് ഈസ് ഭൂമി, നമ്മുടെ സൗഭാഗ്യത്തിന്റെ, ഹമാര ഊഞ്ച ഹമാരെ ഊഞ്ചായിക്ക പ്രതീക്, നമ്മുടെ ഉയർച്ചയുടെ പ്രതീകമാണ് ഈ ഭൂമി. ഇസ് മാതൃഭൂമി മേ ഹമാരി ജാൻ, ഈ മാതൃഭൂമിയിലാണ് നമ്മുടെ ജീവൻ തുടിക്കുന്നത്. ജിസ്കെ കാരൻ ധൂൾ ഫരെ ഹീരെ കവിലായി. ജിസ്കെ കാരൻ, അതുകൊണ്ട് കവി കവിത്തേക്ക് കവി പറയുകയാണ്, ധൂൾ ഫരെ ഹീരെ കവിലായി. ധൂൾ ഫരെ, ഈ ഭൂമിയിലുള്ള ധൂൾ, ധൂൾ പൊടി പോലും, ഹീരെ കവിലായി, രത്നങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഹീരെ മീൻസ് രത്നങ്ങൾ. ഹം ഖേലെ കൂതെ കർഷിയത്. ഹം, നമ്മൾ, ഖേലെ കൂതെ കർഷിയത്, നമ്മൾ കളിച്ചു. ഹർഷിയത്, ആനന്ദത്താൽ ഉന്മാദി കളിച്ചു. ജിസ്കി പ്യാരി ഗോന്തുമേ, ഇതിന്റെ മടിത്തട്ടിൽ, ഈ ഭൂമിയുടെ സ്നേഹമുള്ള മടിത്തട്ടിലാണ് നമ്മൾ എന്ത് ചെയ്ത്? കളിക്കുകയും ഒക്കെ ചെയ്തു. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തുച്ഛുക്കോ നിരക് മകൻ ക്യോന ഹോ മോദുമേ. തുച്ഛുക്കോ നിരക് മകൻ ക്യോന മോദുമേ. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തുച്ഛുക്കോ നിരക്, നിന്നെ, നിരക് മകൻ ക്യോന ഹോ മോദുമേ, നിന്നെ ആമോദത്താൽ എന്ത് ചെയ്തില്ലേ? കളിച്ചില്ലേ? നിന്നോട് ആമോദത്താൽ ഞങ്ങൾ കളിച്ചില്ലേ എന്ന് എന്ത് ചെയ്യാണ്? ചോദ്യം. നോക്കിയില്ലേ എന്നൊക്കെ എന്ത് ചെയ്യാണ്? കവി ചോദിക്കണം. അപ്പൊ കവിയുടെ മനസ്സിലൊരു കുറ്റബോധം എന്ത് ചെയ്യാണ്? അവിടെ ഉണ്ടാവുകയാണ്. തു സത്യകേ, നീ സത്യമാണെന്ന് പറഞ്ഞു. ബാല്യകാൽസേകി, ബാല്യകാലത്തിലെ, ഹം സഫ് സാരി ചീസയും ഹമേ വലിയുകയും, ധാരാളം വസ്തുക്കളൊക്കെ നമുക്ക് ലഭിച്ചു. ഏകാം കവി കവിത്തേക്ക് തുച്ഛുക്കോ നിരക് മകന്മേ ക്യോന മോദുമേ, അതായത് നിന്നെ ആമോദത്തിൽ അവർ ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്തില്ലേ? നോക്കി. പാക്കർ തുച്ഛസേ സഫി സുഗോങ്കോ ഹംനെ ഫൂക. പാക്കർ തുച്ഛസേ, നിന്നിൽ നിന്ന്, സഫി സുഗോങ്കോ ഹംനെ ഫൂക, മുഴുവൻ സുഖങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു? നേടി. നിന്നിൽ നിന്ന് മുഴുവൻ സുഖങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു? നേടി. തേരി ഹി യക്തേക്ക് തുച്ചിസേ ബനി ഹുയി. തേരി ഹി യക്തേക്ക്, നിന്നിൽ നിന്നുണ്ടായതാണെന്ന് തോന്നുന്നു. യക്തേക്ക്, ഈ ദേഹം, നിന്നിൽ നിന്ന് ഉണ്ടായതാണേത്? ഈ ദേഹം. തുച്ഛസേ
തേരീക്ക് യക്തേക്ക് തുച്ചിസെ ബനി കുയിക്ക്, നിന്നിൽ തന്നെ നിന്നുണ്ടായ എന്താണ് ഉണ്ടായതാണ് ഇത്. ബസ് തേരീക്ക് സരസ് സാർ സെ സനി കുയിക്ക്, ബസ് തേരീക്ക് സരസ് സാർ, നിന്റെ സരസ് സാർ ജീവനേരിനാൽ ബെൻ സനി കുയിക്ക് നനഞ്ഞിരിക്കുകയാണ്. അത് നിന്റെ ജീവനേരിലാണ് എന്തിരിക്കുകയാണ്, നനഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ഈ തേര്. ഫിർ അന്ത് സമയത്തോകി ഇസെ അഞ്ചൽ ദേക്ക് അപ്പനായിക്ക്. ഫിർ അന്ത് സമയത്തു, ഇനി എനിക്ക് എന്തുണ്ട്, മേനെ യകാം പൈദാ ഹുയി, ഞാനിവിടെ എന്ത് ചെയ്തു, ജനിച്ചു. ഈ മാതൃഭൂമിയുമേയും ജന്മ ഹുയി, ഈ മാതൃഭൂമി ഞാൻ എന്ത് ചെയ്തു, ജനിച്ചു. ഫിർ ഇസ്കെ ബാദ് മൃത്യു ആയിക്ക്, ഇതിന്റെ പിന്നിൽ എന്ത് വരികയാണ്, മരണം വരികയാണ്. ആർക്ക്, മേരെ, എനിക്ക് ഒരു മരണം ഉണ്ടാവുകയാണ്. അന്ത് സമയത്തോക്കി, ആ അവസാന സമയത്ത് ഇസെ അജൽ തേക്ക് അപ്പനായിക്ക്, അജൽ തേക്ക് ഈ നിശ്ചലമായിട്ടുള്ള ഈ ശരീരം, അപ്നെ തേക്ക് നീ എന്ത് ചെയ്യൂ, സ്വീകരിക്കും. ഹേ മാതൃഭൂമി യക് അന്തുമേ തുച്ഛമേകി മിൽ ജായേഗി. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, യക് അന്തുമേ തുച്ഛമേകി മിൽ ജായേഗി, അവസാനം എന്റെ അവസാനം തുച്ഛമേകി മിൽ ജായേഗി, നിന്നിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ലയിച്ചു ചെയ്യും. അപ്പൊ കവി അവസാനം തന്റെ ശരീരം ഈ മണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്യും, ലയിച്ചു ചേരും. ഇത്രയും ദിവസം തന്നെ എന്ത് ചെയ്തത്, പരിപാലിച്ചതാണ് എന്ത്, ഈ മാതൃഭൂമി, ഈ മാതൃഭൂമി എന്ന് മാതൃഭൂമി എന്ത് ചെയ്യാണ്, വർണ്ണിക്കുകയാണ്. इस कविता में कवि अपने मातृभूमि का खूबियों की वर्णन किया गया है. समझिए, ठीक है. आप अपने हाथ से कलम लेकर पुस्तक से पन्ना संख्या 13 में प्रसंगार्थ लिखा के एक अपनी कॉपी में लिखो और वो इसका बार बार दोहराए और पढ़िए. और कविता के बार बार पढ़िए. കവിത പല പ്രാവശ്യം ചെയ്യുക, വായിക്കുക. इसका आस्वादन टिप्पणी तुमने लिखा, लिखे. उसके बाद कैरल कॉलेज की व्हाट्सएप में भेजे. मैंने उसको देखा, देखिएगा. उसके बाद एक भी होमवर्क फी है. तुमने पन्ना संख्या 12 में एक प्रश्न है. प्रश्न मैंने पढ़ा. 2 शब्दों के मेल से बने हुई अनेक शब्द कविता में की. 2 शब्दों के मेल से, അതായത് 2 ശബ്ദങ്ങൾ കൊണ്ട് വരുന്ന അനേകം വാക്കുകൾ കവിതാമേക്ക്, കവിതയിലുണ്ട്. ഉനൈ ചുൻകറിലേക്ക്, അവ നിങ്ങൾ എടുത്ത് എഴുതണം. ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. നീലാംബർ. നീലാംബർ അർത്ഥം എന്ന് പറയുന്നത് നീലെ രംഗിക്ക. അവിടെ ടെസ്റ്റില് തന്നിട്ടുണ്ട് 2 ശബ്ദോं के मेल से बने हुई अनेक शब्द, അതായത് 2 വാക്കുകൾ തമ്മിൽ ചേർന്നപ്പോഴുണ്ടായ ഒരു വാക്ക്. നീലേ രംഗിക്കാമ്പ് എന്താണ്, നീലാംബർ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നമ്മുടെ പഠിച്ച പാഠഭാഗത്തുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതി അയക്കുക.
കൈരളി കോളേജിന്റെ ഈ ഓൺലൈൻ ക്ലാസ് വീക്ഷിച്ച് നിങ്ങൾക്ക്